പേട്രിയോട്ട്, ഒരു നിർഗുണ പടം. എമ്പുരാൻ്റെ മകനെന്നൊക്കെ വേണമെങ്കിൽ ഈ പടത്തെ പറയാം. യാതൊരു തരത്തിലും നമ്മളെ ഇമോഷണലി കണക്റ്റ് ആക്കാത്ത, ഒരു ഫീലിങ്സും ഇല്ലാത്ത, അതിനകത്ത് ആര് ചത്താലും നമുക്കൊന്നും തോന്നത്തില്ല. അവർ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റ് കേട്ടാലും നമുക്ക് ഇമോഷണലി ഒന്നും ആകത്തില്ല. ഈ സബ്ജക്റ്റ് നമ്മൾ ഒരുപാട് പഴയ സിനിമകളിൽ കണ്ടിട്ടുണ്ട്, തമിഴ് സിനിമയിലൊക്കെ. അറിയാതെ നമ്മൾ ഇമോഷണലി നല്ല കണക്റ്റായിട്ട്, സിനിമ മോശമാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം വരും. ഇതൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പടം വേറെ ലെവലിലോട്ടാണ് പോകുന്നത്. ആൾക്കാർ വെറുതെ നെഗറ്റീവ് അടിക്കുന്നതാണ്, അവർക്ക് ഇംഗ്ലീഷ് സിനിമകളുടെ പാറ്റേൺ ഒന്നും അറിയാത്തതുകൊണ്ട് പറയുന്നതായിരിക്കുമെന്ന്. പക്ഷേ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ മനസ്സിലായി ആൾക്കാർ വെറുതെ പറഞ്ഞതല്ലെന്ന്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സിനിമ കണ്ടേ പറ്റൂ. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒരുമിച്ച് വന്നതാണ് എന്നൊക്കെ പറയുന്ന ഒരു ധൈര്യമായിട്ട് പോയി കണ്ടു. കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് വന്ന് കേട്ടാൽ മതി. അതാണ്, വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനെ മമ്മൂട്ടിയെ ഒന്ന് കൈ കിട്ടിയിട്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും. മോഹൻലാലിൻ്റെ ഒരാവശ്യവും ഇല്ല ഈ പടത്തിൽ. പുള്ളിക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു ആക്ടറിൻ്റെ ആവശ്യമേ ഉള്ളൂ. മോഹൻലാലിനെ ഈ പടത്തിന് ആവശ്യമേ ഇല്ല. മോഹൻലാലിനെ നയൻതാരയൊന്നും ഈ പടത്തിന് ഒരാവശ്യമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പടം കണ്ടവരും മാത്രമേ കേൾക്കാം. ഇതിനകത്ത് മോഹൻലാലിനെ കൊല്ലുന്ന ഒരു സീനുണ്ട്. എന്നിട്ട് മോഹൻലാൽ മരിച്ച് ലിഫ്റ്റിൽ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുക, ഉറങ്ങാൻ കിടക്കുന്ന പോലെ. അപ്പം മോഹൻലാലിൻ്റെ കുണ്ടിക്ക് വന്നിട്ട് ലിഫ്റ്റ് ഇങ്ങനെ തട്ടും. അപ്പം മോഹൻലാൽ ഇങ്ങനെ ആടും, പിന്നെയും കുണ്ടിക്ക് വന്നിട്ട് തട്ടും, പിന്നെ ആടും. അതൊക്കെ കണ്ട് തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കുവാണ്. സാധാരണ മോഹൻലാൽ അത്രയും ഇമോഷൻസ് നല്ല രീതിയിൽ കൺവേ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണെന്ന് അറിയും. അതൊക്കെ ഡയറക്ടറുടെ ഫോൾട്ടാണ്. കാരണം പുള്ളിയുടെ മരിക്കുന്ന സീനൊക്കെ നല്ല രീതിയിൽ ഇമോഷണലി എടുക്കാമായിരുന്നു. നമുക്ക് അത് പുള്ളി കമിഴ്ന്ന് കിടന്ന് നമ്മളെ നോക്കിക്കൊണ്ടൊന്ന് കിടന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വിഷമം വരും. പിന്നെ ഫഹദ് മറ്റേ രംഗണ്ണം വിട്ടിട്ടില്ല. എപ്പം നോക്കിയാലും ആലറി വിളിച്ച് ചാടി മറ്റേ വിക്രമിനകത്തുള്ള പോലെ, അല്ലെ ഷമ്മിയുടെ പോലെ. പുള്ളി ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട, അഭിനയിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം എല്ലായിടത്തും ഇതേ അഭിനയം തന്നെ. ഇപ്പോൾ ചിലർ പറയും നീ ആരാടാ ഫഹദിനെ പറയാനെന്നൊക്കെ. ഞാൻ കണ്ട കാര്യമല്ലേ. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ അഭിനയിച്ച എല്ലാവരും മികച്ചായിരുന്നു. ഫഹദിൻ്റെ ഒരു വെറുപ്പീര് പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാലും മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ അവർക്ക് കൊടുത്ത കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് ചെയ്തു. ബീജി അടിപൊളിയാണ്. പടം എവിടെയൊക്കെ ലോകമാകുമ്പോൾ അവിടെ എല്ലാം സുഷിൻ പടച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊരു കാര്യമില്ല. ഇപ്പം നമ്മളൊരു സിനിമ കാണുമ്പോൾ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് വെറുതെ എന്നാൽ പിന്നെ OTT കണ്ടാൽ പോരെ, അല്ലെ സോങ് നല്ലതാണെന്ന് പറഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ സോങ് കണ്ടാൽ പോരെ. സിനിമ കാണാൻ വേണ്ടി നമ്മളത്ര പൈസയും കൊടുത്ത് 2-3 മണിക്കൂർ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം ടെക്നിക്കൽ സൈഡ് ഗുഡാണ്, ഇത് നല്ലതാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പടം മൊത്തത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫഹദിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചൊരു പുള്ളിയുണ്ട്. പുള്ളി നല്ല രസമായിരുന്നു. അങ്ങനെ അഭിനയിച്ചവരൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഇങ്ങനെ അത് ഫസ്റ്റ് ഹാഫ് നല്ല ഇതിൽ ആ ഇൻ്റർവെല്ലൊക്കെ നല്ല രസമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് വേറൊരു ഇതിലേക്ക് പോവുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എവിടെ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നുണ്ട്. അല്ല, പഴയ വീഞ്ഞ് പഴയ കുപ്പിയിൽ തന്നെ, പുതിയ കുപ്പിയിലായിരുന്നു പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ക്ലൈമാക്സോടൊക്കെ എടുക്കുമ്പോൾ കുറേ പേര് വാണമൊക്കെ കത്തിച്ചുകൊണ്ട് വരുന്നുണ്ട്.